ഡെയിലി ഞാനും അടിക്കും. ഞാൻ ഡെയിലി അടിക്കുക മാത്രമല്ല, ഡെയിലി അടിയും മേടിക്കും വല്ലവരുടെ. അതിനോട്ട് പ്രോബ്ലം. എനിക്കൊരു വിഷയമില്ല അത്. എന്നിട്ട് എനിക്കതിൻ്റെ ഒരു അഹംഭാവം ഉണ്ട്. ഇഷ്ടം പോലെ മേടിച്ചിട്ടുണ്ടോ, ഇഷ്ടം പോലെ കൊണ്ടിട്ടുണ്ട്. കൊച്ചു പിള്ളേർ എന്നെ തല്ലിയിട്ടുണ്ടെന്ന്. സത്യം പറയാം, എൻ്റെ അമ്മച്ചാണല്ലേ ഇഷ്ടം പോലെ. പക്ഷെ എനിക്കത് വിഷയമില്ല. മൈ നെയിം ഈസ് ബൈജു. എൻ്റെ പേര് ബൈജു എന്നാണല്ലോ. എൻ്റെ രീതികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വഴിയരികിൽ പതിതനായി ചിരിച്ചു നിൽക്കും ബൈജു, അടിയിലെട്ടിയാൽ ഓടയ്ക്കുള്ളിൽ കിടന്നുറങ്ങും ബൈജു, അയ്യപ്പ ബൈജു, അയ്യപ്പ ബൈജു. ഇഷ്ടം പോലെ മേടിക്കുന്ന ആളാ. അതെ, ഇവിടെയൊക്കെ പോയി കിടക്കുക, ഒരു വിഷയമില്ലല്ലോ. അടിയെന്ന് പറഞ്ഞത് ഇപ്പം മേടിച്ച് കാണിക്കണം, ഇപ്പം മേടിക്കണം, ഞാൻ മേടിച്ച് കാണിക്കണം, ഇപ്പം കാണിക്കണം. ഇവിടെ പട്ടി തൻ്റെ അപ്പൻ ഓട്ടിവിടെ പോകാൻ അപ്പനെ വിളിക്കണതാ. ഇങ്ങനെ മേടിക്കാം. ഭയങ്കര സെറ്റപ്പാ, വലിയ മാലിന്യ പുള്ളി, വലിയ ഡീസൻ്റാ. നമ്മുടെ സുകുമാരൻ്റെ മോനെ ഇപ്പോൾ ഒരു പണി കാണിച്ചു തരാം. ഹലോ, നീ സുകുമാരൻ്റെ മോനല്ലേ? അതെ, ഞാൻ സുകുമാരൻ്റെ മോനാ. എന്നിട്ട് നാട്ടുകാർ പറയണം നീ വർഗീസിന്റെ മോനാണെന്നാണല്ലോ. അല്ല, നാട്ടുകാരെന്ത് പറയല്ലോ എനിക്കറിയാം നീ ഗഫൂറിന്റെ മോനാണെന്ന്. അന്ന് പോടാവേ, നീ നിന്നെ തല്ലുന്നല്ലേ? എന്ത് നീ തല്ലല്ലേ? എന്തിന് നീ തല്ലത്ത്? ഞാൻ ഇവരില്ലാത്തവരൊന്നും തല്ലാറില്ല. നീ തല്ലത്തില്ല? ഞാൻ തല്ലില്ല, തല്ല ഒരു കാര്യമില്ലാതെ ഞാൻ ആൾക്കാരെ തല്ലണത്. ഭയങ്കര സെറ്റപ്പാ പുള്ളി. അപ്പൊ നീ ഒരു കാര്യമില്ലാതെ ആരും തല്ലത്തില്ല? കാരണമില്ലാതെ ഞാൻ ആരും തല്ലില്ല. അപ്പൊ കാരണം ഉണ്ടല്ലോ നീ തല്ലത്തുള്ളൂ. കാരണം ഉണ്ടെങ്കിൽ തല്ലും. എന്നാ ദേ പിടിച്ചോ. അല്ല, ഒരടി വരുന്ന വഴിയേ. ഇങ്ങനെ നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് ഒരു ദിവസം ഒരു 10-50 മേടിക്കാം.